നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല കിടുക്കൻ ടേസ്റ്റിൽ ഒരു പുളിമുളക് എങ്ങനെ റെഡിയാക്കിയെടുക്കാം നോക്കാം. ഇത് വേഗത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള നല്ല കിടുക്കാച്ചൊരു ടേസ്റ്റാണ് ഇതിന്. ഞാനിവിടെ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബജി മുളകും എടുക്കാം കേട്ടോ. ഒട്ടും എരിവില്ലാത്ത മുളകാണ് ഈ ഒരു പുളിമുളകിന് നല്ല ടേസ്റ്റ് തരുന്നത്. ഇനി ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിന് പുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ ശർക്കര പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം കായം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുളിമുളക് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ കായപ്പൊടിയും കായവും എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മുളക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു കിച്ചൺ ടിഷ്യൂ കൊണ്ടോ തുണി കൊണ്ടോ നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കണം. ഇതിലൊട്ടും വെള്ളം പാടില്ല. ഇനി ഒരു കത്തി വെച്ചിട്ട് സൂക്ഷിച്ച് നമ്മൾ ഇതേപോലെ ഇതിന് നടുക്ക് ഒരു കോടിടണം. എല്ലാ മുളകിലും നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു കോടിടണം. ഈ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു കോടിട്ട് കൊടുത്താൽ മതിയാവും. ഞാനിതേപോലെ എല്ലാ മുളകിലും കോടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം മുളകുണ്ടാവും. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഈ പുളിമുളക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ല കിടുക്കൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കായം കൂടെ ചേർക്കാം. കായ കഷ്ണം നമ്മൾ ആദ്യമേ ചേർക്കുന്നുണ്ട്, അപ്പോഴിത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു കഷ്ണം കായം ചേർത്തത് കൊണ്ടാണേ, ഇല്ലെങ്കിൽ കായപ്പൊടിയുടെ അളവ് കൂട്ടാം. ഇനി നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ എണ്ണ കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുളിമുളക് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. ഇത് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊരു അച്ചാറ് പോലെയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വഴണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരല്പം എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ തീരെ എരിവില്ലാത്ത മുളകാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്തുടഞ്ഞൊന്നും പോകാൻ പാടില്ല. ജസ്റ്റ് ഈ ഫ്ലേവർ എല്ലാം ഒന്ന് ഇറങ്ങാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ആ മുളകൊക്കെ ഒന്ന് വഴണ്ട നല്ലൊരു മണം വരുന്നുണ്ട്. അത് നല്ലെണ്ണയിൽ തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ പച്ചമുളകിലേക്ക്
നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകിലേക്ക് പുളിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിന് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് അതിന് നല്ല തിക്കായിട്ടുള്ള എക്സ്ട്രാക്റ്റാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ പുളി വേണം നമുക്കിതിന്. അതുകൊണ്ട് ഞാനിതിൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഈ പുളിയുടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ പിഴിഞ്ഞ് ആ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പുളി കൂടെ ഒഴിച്ചത് കൊണ്ട് ഒരല്പം കൂടെ ഉപ്പ് വേണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇത് ഓൾറെഡി വെന്തതാണ് നമ്മുടെ ഈ മുളകൊക്കെ. എങ്കിലും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കര കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ പുളി മുളകിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ മുളകിൻ്റെ ചെറിയൊരു എരിവും പുളിയും ഉപ്പും ഈ ശർക്കരയുടെ ഒരു ചെറിയ മധുരമൊക്കെ കൂടെ ആകുമ്പം നല്ല കിടുക്കാച്ചിയ ഒരു ഐറ്റമാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ പുളിമുളക് റെഡി ആയി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഈ പുളിയും ശർക്കരയും ഒക്കെ കൂടെ ഉപ്പും എല്ലാം നമ്മുടെ ഈ മുളകിലേക്ക് നല്ലതുപോലെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടുവിലൊരു കോടിട്ടത് കൊണ്ട് ഇതിനുള്ളിലേക്ക് ഈ ജ്യൂസ് എല്ലാം ഇറങ്ങി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറും തൈരും ഈ ഒരു കഷ്ണം മുളകും ഒരല്പം ഇതിൻ്റെ ചാറും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലായിരിക്കും. അത് മാത്രമല്ല ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരു ഐറ്റമാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്